ട്രിവാൻഡ്രത്ത് സ്വന്തം അമ്മയും അതിന്റെ രണ്ടാനച്ഛനും കൂടിയിട്ട് ഒരു കുഞ്ഞിനെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവൂല്ലേ. കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയോ. ഓരോ മാസം ടെസ്റ്റ് കാർഡിൽ 2 ലൈൻ തെളിഞ്ഞു കാണാനായിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയോ. അവർക്കൊന്നും ദൈവം കുട്ടീനെ കൊടുത്തില്ല, നിനക്ക് തന്നു. എന്തിനെ? ഇങ്ങനെ മൃഗീയായിട്ട് കൊലപ്പെടുത്താനും മുറിവേൽപ്പിച്ച് അതിനെ മൃഗീയായിട്ട് കൊല്ലാനും കൂട്ടു നിൽക്കാനും. നിനക്ക് നിന്റെ ഈ കാമുകന്റെ കൂടെ പോകണം, അല്ലെങ്കിൽ നിന്റെ ഈ രണ്ടാമത്തെ കെട്ടിയോന്റെ ഒപ്പം പോകണം എന്നുണ്ടെങ്കിൽ എന്തിനു നീ ആ കുഞ്ഞിനെ ദ്രോഹിച്ചു? മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫാമിലിക്ക് ആ കുട്ടീനെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി എത്രയോ സന്തോഷത്തിൽ ജീവിക്കുമായിരുന്നു. അതിനൊന്നും നീ നിന്നില്ല. അപ്പൊ നീ ഒരു നരഭോജിയാണ്. ആർക്കും പേടിയില്ല. അവരെന്താ വിചാരിക്കണെന്ന് വെച്ചാൽ കൂടി ഏറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിന്റെ ഉള്ളിൽ പിടിച്ചിടും, അത്രല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്താ? പണിയെടുക്കാതെ ജയിലിന്റെ ഉള്ളിലിരിക്കാം. ഇനി പണിയെടുത്ത് അതിനുള്ള പൈസ കിട്ടും, നല്ല ഭക്ഷണം ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താ വേണ്ടേ? ഒരു ജയിൽ സെല്ലിന്റെ ഉള്ളിലെ ഒരു പ്രിസന്റെ ഉള്ളിൽ നമ്മളങ്ങനെ കുറച്ചധികം നാളെ അതിന്റെ ഉള്ളിലിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഈ വക ശവങ്ങളേനൊക്കെ ഉണ്ടല്ലോ ഒറ്റയടിക്ക് വെട്ടിക്കൊല്ലണം. അല്ലെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി, കുഞ്ഞുങ്ങളായാലും ആരാണെങ്കിലും, ആ വ്യക്തി എങ്ങനെയാണോ മരണപ്പെട്ടത് അതേ രീതിയിലുള്ള മരണം ഇവർക്ക് സാധ്യമാക്കി കൊടുക്കണം. എങ്കിലാണ് ആ വേദന എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. ചെറിയ മുറിവൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മൾ എന്തുമാത്രം ടെൻഷൻ ആവുന്നുണ്ട്. ആ ഒരു കുട്ടി എത്ര വേദന തിന്നിട്ടുണ്ടാവും. കഴിഞ്ഞൊരു ദിവസം ഒരു ചെക്കനെ, ഒരു പയ്യനെ ഒരു വീഡിയോക്ക് ഇവള് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ചെക്കൻ എന്തോ ചലഞ്ചിങ് എന്തോ ആയിട്ട് ചെന്നതാണ്. ആ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. അതിൽ ഈ കുട്ടി 2 കൈയിലും ഈ പ്ലാസ്റ്റർ ഇട്ടിട്ട് നിൽക്കുമ്പോ ഇതിനോട് ചോദിച്ചപ്പോ ഇവള് പറയാണ് കുട്ടി സൈക്കിളിൽ നിന്ന് വീണത് അത്ര. ആകാശത്ത് കൂടെ പോകുമ്പോഴാണോ സൈക്കിളിൽ നിന്ന് വീണത്? ഈ 2 കൈ ഒടിയാനായിട്ട് അതിനെ തല്ലി, അതിന്റെ കൈയും കാലൊക്കെ തല്ലി ഒടിക്കുമ്പോ നീ എവിടെ നോക്കി നിൽക്കായിരുന്നു? പറ്റണില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കായിരുന്നില്ലേടി? കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അത് നിന്റെ തലയ്ക്ക് മുകളില് ഉറപ്പായിട്ടുണ്ടാവും. നീ ഇതിനെല്ലാത്തിനും മറുപടി പറയുന്ന ഒരു കാലം വരും. അതത്ര ഒരുപാട് ലോങ്ങിലൊന്നല്ല. പെട്ടെന്ന് തന്നെ നിനക്ക് നല്ലൊരു മരണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിലും വളരെ മോശം രീതിയിലാണ് എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുള്ളത്. പക്ഷെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും നമുക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് കൊണ്ടും ഞാൻ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവളോട് പറയാനുള്ളതും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്.